നമ്മുടെ കേരളത്തിലെ നാഷണൽ ഹൈവേ പണികൾ റോക്കറ്റ് വേഗത്തിൽ തീർക്കാൻ വലിയ വണ്ടികൾക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഈ കൊച്ചു കരുത്തനെ അറിയാമോ? ഇവനാണ് ബോബ്കാറ്റ്. ന്യൂയോർക്കിലെയും ലണ്ടനിലെയും മെഗാ പ്രൊജക്ടുകളിൽ ഉപയോഗിക്കുന്ന അതേ അന്താരാഷ്ട്ര കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡിലാണ് ഇന്ന് കേരളത്തിലെ ഹൈവേ പണികളും പുരോഗമിക്കുന്നത്. ഈ കൊടും ചൂടിലും പാതിരാത്രിയിലും ഉറക്കമിളച്ച് ഇതിനുള്ളിലിരുന്ന് ചോരനീരാക്കുന്ന നമ്മുടെ നാടൻ മനുഷ്യരുടെ ആ ഒരു കളിയുണ്ടല്ലോ, അത് കാണേണ്ടത് തന്നെയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, മലബാർ മൈൽസിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ട് മനുഷ്യൻ സ്വന്തം കൈക്കരുത്തുകൊണ്ടാണ് വലിയ റോഡുകളും കനാലുകളും ഒക്കെ ഉണ്ടാക്കിയത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തോടെ മനുഷ്യൻ മണ്ണുമാന്താൻ വലിയ സ്റ്റീം യന്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. അവിടെ നിന്ന് പരിണമിച്ച് നമ്മുടെ നാട്ടിലെ ഇടുങ്ങിയ വഴികളിലും പറമ്പുകളിലുമൊക്കെ കയറി പണിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ടെക്നോളജി വളർന്നത് മനുഷ്യന്റെ ആവശ്യങ്ങളിൽ നിന്നാണ്. 1950കളിൽ അമേരിക്കയിലാണ് ഈ ബോബ്കാറ്റ് വണ്ടികളുടെ തുടക്കം. അമേരിക്കയിലെ 2 സഹോദരന്മാർ കോഴിക്കോടുകൾ വൃത്തിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു 3 ചക്രവണ്ടിയിൽ നിന്നാണ് ഇന്നത്തെ ഈ ആഗോള ബ്രാൻഡായ ബോബ്കാറ്റിന്റെ ജനനം. വന്യമായ വേഗതയും ചടുലതയുമുള്ള ഡബ് എന്ന കാട്ടുപൂച്ചയുടെ പേരാണ് ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. പണ്ട് മനുഷ്യൻ തന്റെ പേശിബലവും അധ്വാനവും മാത്രം ഉപയോഗിച്ചാണ് ലോകത്തെ വലിയ അത്ഭുതങ്ങളെല്ലാം പണിതുയർത്തിയത്. ഈജിപ്തിലെ പിരമിഡുകൾ മുതൽ നമ്മൾ കാണുന്ന പഴയ കനാലുകൾ വരെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോരയും നീരുമാണ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ വന്ന വ്യാവസായിക വിപ്ലവത്തോടെയാണ് മനുഷ്യൻ സ്റ്റീം പവർ അഥവാ നീരാവി ശക്തി ഉപയോഗിച്ച് മണ്ണുമാന്താൻ പഠിച്ചത്. ഇനി നമ്മൾ എപ്പോഴും കാണുന്ന JCB അല്ലെങ്കിൽ വലിയ എക്സ്കവേറ്ററുകൾ എടുത്തു നോക്കൂ. ഇന്ന് കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഇത്തരം യന്ത്രങ്ങളാണ്. ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന ദ്രാവക സമ്മർദ്ദം പൈപ്പുകളിലൂടെ പിസ്റ്റണുകളിലേക്ക് എത്തുമ്പോഴാണ് ടൺ കണക്കിന് ഭാരമുള്ള മണ്ണ് ഒരു പൂ പറിക്കുന്നത് പോലെ ഉയർത്താൻ ഈ വണ്ടികൾക്ക് സാധിക്കുന്നത്. മനുഷ്യന്റെ 100-ലധികം ദിവസത്തെ അധ്വാനമാണ് ഈ ഒരൊറ്റ മെക്കാനിസം വഴി മിനിറ്റുകൾക്കുള്ളിൽ തീരുന്നത്. ഈ മെഷീനെ ഈ കാണുന്ന രീതിയിൽ പാവയെപ്പോലെ കളിപ്പിക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ആളിന് നല്ല ഒന്നാന്തരം കളി അറിയണം. ഇതാണ് നമ്മുടെ ഷിജു ചേട്ടൻ. ഈ വണ്ടിയുടെ കൺട്രോൾ റൂമിലിരുന്ന് ഒരു പിയാനോ വായിക്കുന്ന സുഖത്തിലാണ് പുള്ളി ഈ ലിവറുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും വലിയ ചരിത്രമുള്ള ഈ വണ്ടി നമ്മുടെ നാട്ടിലെ ഇടുങ്ങിയ വഴികളിൽ ഇത്രയും ചടുലമായി തിരിയുന്നത് കണ്ടോ? ഇതിന് പിന്നിൽ ഒരു കിടിലൻ സാങ്കേതിക വിദ്യയുണ്ട്, സ്കിഡ് സ്റ്റിയറിംഗ്. അതായത് ഇടതുവശത്തെ ടയറുകൾ പിന്നോട്ടും വലതുവശത്തെ ടയറുകൾ മുന്നോട്ടും ഒരേ സമയം കറക്കി ഒരേ നിൽപ്പിൽ 360 ഡിഗ്രി കറങ്ങാൻ ഇതിന് പറ്റും. ഒരു സാധാരണ വണ്ടി ഓടിക്കുന്നത് പോലെയല്ല ഇത്. ഒരേ സമയം 2 കൈകൊണ്ടും 2 ലിവറുകൾ വളരെ കൃത്യതയോടെ നിയന്ത്രിക്കണം. ഡ്രൈവറുടെ ഈ അസാധ്യമായ കൃത്യതയും ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ കരുത്തും ഒന്നിക്കുമ്പോഴാണ് ടൺ കണക്കിന് മണ്ണ് വെറും ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇവിടെ കോരിമാറ്റുന്നത്. ഇന്ന് കേരളത്തിൽ തൊഴിലാളി ക്ഷാമം നേരിടുന്ന സമയമാണ്. 10 തൊഴിലാളികൾ ദിവസങ്ങളെടുത്ത് ചെയ്യേണ്ട മണ്ണുമാറ്റലും ലെവലിങ്ങും ഷിജു ചേട്ടൻ തന്റെ ഈ കുഞ്ഞൻ മെഷീൻ വെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തീർക്കും. കൃത്യസമയത്ത് തന്നെ സൈറ്റിലേക്ക് നമ്മുടെ വലിയ ലോറിയും എത്തിക്കഴിഞ്ഞു. നിർമ്മാണ മേഖലകളിൽ ഇത്തരം വലിയ ടിപ്പറുകളും കൊച്ചു ലോഡറുകളും തമ്മിലുള്ള കോർഡിനേഷൻ ഭയങ്കര രസമുള്ള ഒന്നാണ്. വലിയ വണ്ടികൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വൻതോതിൽ മണ്ണ് കൊണ്ടുവരുമ്പോൾ ഈ കുഞ്ഞു ബോബ്കാറ്റുകൾ അത് കൃത്യമായി സൈറ്റിൽ നിരത്തുകയും ലെവൽ ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ കേരളത്തിലെ ഹൈവേ വികസനം എടുത്തു നോക്കിയാൽ
ഇത്രയും വലിയൊരു ഗതാഗത കുരുക്കിലും ജനസാന്ദ്രതയുമുള്ള സ്ഥലത്ത് ഇത്രയും വേഗത്തിൽ പണി നടക്കാൻ കാരണം ഈ പറയുന്ന യന്ത്രങ്ങളുടെ കൃത്യമായ വിന്യാസമാണ്. പണ്ടൊക്കെ വണ്ടികൾ വന്ന് മണ്ണ് തട്ടിപ്പോയാൽ മനുഷ്യർ അത് കൈക്കരുത്ത് വെച്ച് നിരത്താൻ ദിവസങ്ങൾ എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് വലിയ വണ്ടി വരുന്നു, മണ്ണ് തട്ടുന്നു, ദാ ഈ കാണുന്നത് പോലെ നിമിഷനേരം കൊണ്ട് കൊച്ചു വണ്ടികൾ അത് മാറ്റി സ്ഥലം ക്ലിയർ ചെയ്യുന്നു. സമയം എത്രമാത്രമാണ് ലാഭിക്കുന്നത്! ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ ഈ ബോബ്കാറ്റുകളെ യന്ത്രങ്ങളുടെ സ്വിസ് ആർമി നൈഫ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിന്റെ മുന്നിലെ ഈ ബക്കറ്റ് മാറ്റി 100-ലധികം മറ്റ് ടൂളുകൾ ഘടിപ്പിക്കാൻ പറ്റും. നമ്മുടെ NH-66 പണിയിൽ ടാർ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് റോഡ് അടിച്ചുവാരി വൃത്തിയാക്കാനും പഴയ കോൺക്രീറ്റ് പാലങ്ങൾ പൊളിക്കാനും സൈൻ ബോർഡുകൾ വയ്ക്കാൻ കുഴിയെടുക്കാനുമൊക്കെ ഈ ഒരൊറ്റ വണ്ടിയാണ് പല രൂപത്തിൽ വരുന്നത്. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ മിലിറ്ററി കാർഡുകളിൽ ഉപയോഗിച്ച അതേ മിലിറ്ററി ഗ്രേഡ് കരുത്താണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ഈ നാഷണൽ ഹൈവേ വികസനത്തിനും വേഗത കൂട്ടുന്നത്. ഓരോ നിർമ്മാണത്തിനു പിന്നിലും നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് മനുഷ്യരുടെ കഠിനാധ്വാനവും ഇത്തരം യന്ത്രങ്ങളുടെ വലിയൊരു ലോകവുമുണ്ട്. ഈ വണ്ടിയുടെ ഓപ്പറേഷനും നമ്മുടെ ഡ്രൈവർ ചേട്ടന്റെ പ്രകടനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെയുള്ള ചില കാഴ്ചകളും അതിന്റെ പിന്നിലെ സാങ്കേതിക വിദ്യയുമാണ് ഇന്ന് നമ്മൾ മലബാർ മൈൽസിലൂടെ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെയുള്ള വലിയ വണ്ടികളുടെ വിശേഷങ്ങൾ ഇനിയും വേണമോ എന്നും താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും പ്രത്യേകം നന്ദി.